എന്താണ് ഇത് നോക്കുന്നത്? ഇവിടെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ സോളാർ പാനൽ വെച്ച് പവർ ചെയ്യാൻ അതൊക്കെ എഫിഷ്യൻ്റ് ആണോ ഈ പറയുന്നത്? എഫിഷ്യൻ്റ് ഇല്ല. അതായത് ഇപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിലും രാവിലെ ലൈറ്റ് ഇല്ല, രാത്രി ആകുമ്പോഴത്തേക്കും ചാർജ് അധികം കാണത്തില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ മറ്റേ പൊടി കയറുമ്പം മന്ത്ലി മെയിൻ്റനൻസ് ഒന്നും അവർ ചെയ്യാറില്ല. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഓക്കെ, സ്പ്രിംഗ്ലർ പോലെ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ അതെല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, റോഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡസ്റ്റ് ആണെങ്കിൽ റോഡിൽ ഡസ്റ്റ് കൂടുതൽ. അപ്പോൾ ആ സോളാർ പാനലിൽ ഡസ്റ്റ് കവറായിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുള്ളൊരു എപ്പോഴും ചാർജ് ആകുന്നൊരു സിസ്റ്റം ഉണ്ടോ? സിസ്റ്റം ഉണ്ടോ? വഴിയുണ്ട്. ഐഡിയ ഇല്ല എടാ. അതായത് നമ്മൾ റോഡിൽ വണ്ടി പോകുന്ന ആളാണല്ലോ, ആ ടൈമിൽ ഈ ബസ് പോലത്തെ വലിയ വലിയ വണ്ടികൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ വിൻഡ് ജനറേറ്റ് ചെയ്യും. നമുക്ക് ആ വിൻഡ് നമുക്ക് ഒരു ടർബൈനിലൂടെ നമുക്ക് കാറ്റ് വെച്ച് ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെ വെർട്ടിക്കൽ ആക്സിസ് ആണ് നീ ഉദ്ദേശിച്ചത്? അത് തന്നെ, വെർട്ടിക്കലായിട്ട് കറങ്ങുന്ന ടർബൈൻസ് ഉണ്ട്. ആ ടർബൈൻസ് വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. ഈ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ ഇല്ലേ, അത് നമുക്കൊരു ജനറേറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ജനറേറ്റർ ഈ വിൻഡിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് വിൻഡ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് വിൻഡ് കിട്ടുമെന്നല്ല, നമ്മൾ മീഡിയൻസിനാണ് പ്ലേസ് ചെയ്യുന്നത്, റോഡ് സൈഡ്സിലല്ല. അപ്പോൾ മീഡിയൻസ് പ്ലേസ് ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ വെഹിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റോഡിലെ വെഹിക്കിൾ കാണും. അപ്പോൾ അങ്ങനെ ഒരു വിൻഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കാണും. അപ്പോൾ ഈ സിസ്റ്റം ഫീസിബിൾ ആണോ? ഫീസിബിൾ ആണെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ചുകൂടെ മോഡുലറായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. മോഡുലറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നോക്കുമ്പോൾ അതിനകത്ത് ഏതൊരു പാർട്ട് പോയാൽ ആ പാർട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ആ പാർട്ട് ഫിക്സ് ചെയ്യുകയും സോ നമുക്ക് പ്രൈസ് അത്രയും കുറയുകയും ചെയ്യും.